പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ നവ്യയും അഭിയും കൂടി കനികയുടെയും ഗോവിന്ദൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ട്. എന്നിട്ട് അഭി അവിടെ ഭയങ്കരമായ അഭിനയം കാഴ്ചവെക്കുകയാണ്. ആദർശേട്ടൻ ഇതുപോലെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അന്ന് ആ തെറ്റ് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് വരെ ഞാൻ പറഞ്ഞതാണ്. അന്ന് വേണ്ട എന്ന് പറഞ്ഞത് മുത്തശ്ശനാണ് എന്നൊക്കെ പറഞ്ഞ് നന്മമരമാവുകയാണ്. പിന്നെ അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാവുന്നത് കൊണ്ട് പ്രതികരിക്കാനാവാതെ എല്ലാം മനസ്സിലൊതുക്കി കേട്ടുകൊണ്ട് നിൽക്കുവാണ് കനക. അതുപോലെ തന്നെ ദേവയാനി അനാമികയ്ക്കും പണി കൊടുക്കുന്നുണ്ട്. അവരുടെ ടൗണിൻ്റെ നടുക്ക് ഹൃദയഭാഗത്ത് കിടക്കുന്ന ആ പ്രോപ്പർട്ടി കാണാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു ദേവയാനിയും നയനയും കൂടി അനാമികയുടെ കൂടെ. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, അവിടെ വീട് വെക്കാൻ പോകുന്നത് എനിക്കും അനാമിക മോൾക്കും വേണ്ടിയല്ലേ, അപ്പോൾ പിന്നെ നമുക്കും സഹായിക്കാമല്ലോ, അതുകൊണ്ട് നമുക്ക് ആ പ്രോപ്പർട്ടി ഒന്നുകൂടി പോയി കണ്ടാലോ, പോയേക്കാം എന്നൊക്കെ പറഞ്ഞ് അനാമികയും കൂട്ടി പോവാണ്. ഈ സമയം വേണു ആ പ്രോപ്പർട്ടിയുടെ അടുത്ത് വന്ന് നിൽപ്പുണ്ട്. അവർക്ക് ആകെ ടെൻഷനാണ്, ഇനി കള്ളത്തരം എല്ലാം പുറത്താകുമോ എന്ന്. അന്നേരം രേവതിയോട് വേണു പറയുവാണ്, എത്ര കാലം നമ്മുടെ മോൾ അവിടെ പിടിച്ചു നിൽക്കുമെന്ന് അറിയത്തില്ലല്ലോ, ഏതായാലും പോകുന്നത് വരെ മുന്നോട്ട് പോകട്ടെ, അതുവരെ നമുക്ക് എങ്ങനെയെങ്കിലും നുണയൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാമെന്ന് വേണു പറയുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ടേക്ക് ദേവയാനിയും അനാമികയും നയനയും ഒക്കെ എത്തുന്നുണ്ട്. നല്ല ടെൻഷനുണ്ട് അനാമികയ്ക്ക്. ഇതൊക്കെയാണ് പ്രൊമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.